ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്നായിരുന്നു ഈ ചാനലിൻ്റെ പേര്. ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിംഗ് വൈറൽ ബ്യൂട്ടി ടിപ്സ് എന്നാക്കിയിട്ടുണ്ട് നമ്മൾ ഈ ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പേരയില നമ്മുടെ തലമുടി വളർത്തുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മുഖത്തെ കുരുക്കൾ മാറ്റാൻ വേണ്ടിയിട്ട് പേരയിലയുടെ നീര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ മുടി വളർത്താനും ഇത് ഹെൽപ്പിംഗ് ആണ് എന്നാണ് ഞാൻ കേട്ടത്. യൂട്യൂബിൽ നമ്മുടെ ഹെയർ കെയറിങ് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു പേരയിലയുടെ നീര് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹെയർ കെയറിങ് വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബിലുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഈ ഒരു ടിപ്പ് ഞാൻ എല്ലാവരെയും കണ്ട് അതിൽ നിന്ന് അവർ പറഞ്ഞ ആ ഒരു രീതി, എല്ലാവരും ഒരേ രീതിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഇത് പരീക്ഷിച്ചിട്ട് എനിക്ക് വന്ന ജെന്യുവനായിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ജെന്യുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. എന്നെപ്പോലെ ഇതേ റിസൾട്ട് കിട്ടിയ ആൾക്കാർ ഉറപ്പായും വന്ന് കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അതല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഈ വീഡിയോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും വന്ന് കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ഈ പേരയിലയുടെ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കിളുന്ത് പേരയിലയാണ് വേണ്ടത്. അപ്പോൾ ഒരു കൈപ്പിടി നിറച്ച് പേരയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ്. നമ്മുടെ ഹെയറിന് നീളത്തിനനുസരിച്ച് വെള്ളം എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്തിരി ലെങ്ത് ആയുള്ള ഹെയറാണ്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പേരയിലയും ഇതിലേക്ക് കീറിയിടാം. എന്നിട്ട് അടച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വെള്ളം 15 മിനിറ്റ് അടച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു വെള്ളമാണ് നമ്മൾ തലമുടിയിലേക്ക് ഒഴിക്കുന്നത്. തലമുടി നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ തലയിലേക്ക് ഈ വെള്ളം ഒഴിച്ച് കഴുകാനാണ് പറയുന്നത്. ഈ വെള്ളം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടി ആദ്യം വല്ല അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴുകി നല്ല വൃത്തിയാക്കണം. അതിനുശേഷം ഈ വെള്ളം നമ്മുടെ തലമുടിയിലേക്ക് തലയോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം നമ്മുടെ മുടി സാധാ വെള്ളം വെച്ചിട്ട് കഴുകി കൊടുത്താൽ മതി, ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ നോക്കിയപ്പോൾ വെള്ളമല്ലേ, അതൊന്ന് തലയിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് മുടി കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ മുടി യൂസ് ചെയ്യണതിന് മുന്നേ ഇങ്ങനെയായിരുന്നു കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാം, യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ഹെയറാണ് ആ കണ്ടത്. യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഹെയറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മുടി ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുടിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോയി, ഒരു ഹാർഡായ ഹെയർ പോലെ തോന്നി. അതുപോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് കട്ട പിടിക്കുന്ന പോലെ എന്തോ അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നിയത് ആദ്യത്തെ യൂസിൽ. ഈ ഒരു വാട്ടർ അവർ പറയുന്ന ആഴ്ചയിൽ 3 വട്ടം യൂസ് ചെയ്യാനാണ്. ഞാനപ്പോൾ എന്തായാലും 2 വട്ടം യൂസ് ചെയ്തുള്ളൂ. ആദ്യത്തെ 2 വട്ടം യൂസ് ചെയ്തപ്പോൾ തന്നെ മുടിയുടെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി. അതുപോലെ മുടി ചിക്കറക്കുമ്പോൾ കുറേ മുടികളിങ്ങനെ പറഞ്ഞ് പൊട്ടിപ്പോരുന്ന പോലെ തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ യൂസ് കഴിഞ്ഞ ശേഷം, അതായത് 3ാമത്തെ യൂസിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 20 മിനിറ്റ് ഹെയറിൽ ഈ വെള്ളം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുടി സാധാ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 3ാമത്തെയും 4ാമത്തെയും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹെയറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മുടിയുടെ ഭംഗി മൊത്തത്തിൽ പോയി, അതാണ് സത്യാവസ്ഥ. അതുപോലെ തന്നെ മുടിയുടെ നീളം ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. അതില്ലാന്ന് ഞാൻ കള്ളം പറയാൻ പോണില്ല, മുടി നീളം ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഈ ഒരു വാട്ടർ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മുടിയുടെ നീളം ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കാര്യം, കിട്ടിയ കാര്യം നമ്മൾ ഉറപ്പായിട്ടും പറയും. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന മുന്നേ ഉള്ള ഹെയറും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹെയറും. അപ്പോൾ എൻ്റെ ഒരു തലമുടിയുടെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു കഷണ്ടി പോലെ ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഉപയോഗിച്ച ശേഷം എനിക്ക് യാതൊരു മാറ്റവും തോന്നിയില്ല. അത് ഇത്തിരി കൂടിയതുപോലെ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം മുടിയുടെ നീളം മാത്രം കൂടിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് വന്ന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ താരൻ. ഇതുപോലെ കട്ട കുത്തിയ പോലെയാണ് താരൻ വന്നുകൊണ്ടിരുന്നത്. എൻ്റെ തലയോട്ടിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം കുറേ കാലങ്ങളായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം ഉപയോഗിച്ച ശേഷം നന്നായിട്ട് പൊറ്റു പോലെയാണ് ഡാൻഡ്രഫ് വന്നത്.
തലയോട്ടിലാണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് തലയോട്ടിൽ ഈ താരം വന്നിട്ടാണ് ഇങ്ങനെ ചൊറിച്ചിലുള്ളതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയിഴകളൊന്ന് മാറ്റി നോക്കിയപ്പോഴാണ് തലയിലൊക്കെ നിറച്ച് പൊറ്റായിട്ട് താരം വന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രശ്നം ഉണ്ടായില്ല, മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ച ശേഷം മുടി പൊട്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിലും ചെയ്ത് നോക്കി, പക്ഷെ ഒരു മാറ്റം ഉണ്ടായില്ല. സെയിം പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഈ ഒരു ബ്യൂട്ടി ടിപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേ എൻ്റെ ഹെയറിനുണ്ടായ ഒരേ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലായിരുന്നു. പക്ഷെ അത് മുടി കൊഴിച്ചിൽ നിന്നുമില്ല, മുടിയുടെ തലയോട്ടിൽ നിന്നും വരെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പേരയിലയിൽ നമ്മുടെ തലമുടിയിൽ ഇതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ മാറ്റാനുള്ള ആൻറ്റിബോഡീസ് ഉണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ കൂടി എനിക്ക് യാതൊരു രീതിയിലും റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഈ അനുഭവമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയതെങ്കിൽ അതും വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.